2006 സാക് സിൻഡറിൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ 300 എന്ന സിനിമ പലരും കണ്ടിട്ടുണ്ടാകും. ചരിത്രത്തിലെ യഥാർത്ഥ സംഭവവും ഫിക്ഷനും എല്ലാം ഇഴകിച്ചേർന്ന ഈ വിഖ്യാത ചലച്ചിത്രം ലോകത്താകമാനം ശ്രദ്ധിക്കപ്പെട്ടു. ഗ്രീസിനെ പിടിച്ചടക്കാൻ വന്ന സെർസെക്സിൻ്റെ വമ്പൻ സൈന്യത്തെ വെറും 300 സ്പാർട്ടൻ പോരാളികളെ കൊണ്ട് ചെറുത്തുനിന്ന സ്പാർട്ടൻ കിങ് ലിയോണൈഡാസും അവരുടെ പോരാട്ട വീര്യവും ചരിത്രത്തിലെ തന്നെ ആവേശോജ്വലമായ ഒരേടാണ്. എന്നാൽ സമാനമായൊരു സംഭവം നമ്മുടെ ഇന്ത്യയിലും സംഭവിച്ചിട്ടുണ്ട്. 1962 ഇന്ത്യ ചൈന യുദ്ധസമയത്ത് വെറും 21 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു സൈനികൻ 300 ചൈനീസ് എതിരാളികളെ കാലപുരിക്കയച്ച കഥ അല്ല, ചരിത്രം. തൻ്റെ പോരാട്ട വീര്യം കൊണ്ട് ശത്രു സൈന്യത്തിൻ്റെ ബഹുമാനത്തിന് പോലും പാത്രമായ ഇന്ത്യയുടെ ധീരപുത്രൻ. 1962 നവംബർ 15 ബ്രിട്ടന്റെ കോളനിവൽക്കരണത്തിൽ നിന്നും സ്വതന്ത്രയായ ഇന്ത്യ എന്ന മഹാരാജ്യം രാജ്യത്തെ കെടുതികളിൽ നിന്നും കെട്ട ഭൂതകാലങ്ങളിൽ നിന്നുമെല്ലാം കരകയറി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം വെറും 15 വർഷത്തിനിപ്പുറം ഇന്ത്യ ഒരു യുദ്ധത്തിന് ഒട്ടും തന്നെ സജ്ജമായിരുന്നില്ല. ചൈന ടിബറ്റിനെ കീഴ്പ്പെടുത്തുകയും ടിബറ്റിന്റെ ആത്മീയ ആചാര്യൻ ദലൈലാമ ഇന്ത്യയിൽ അഭയം പ്രാപിക്കുകയും ചെയ്തതോടെ ഇന്ത്യ ചൈന ബന്ധം ഉലഞ്ഞു. ചൈന ഇന്ത്യയുമായി മുഖാമുഖം പോരിനിറങ്ങി. അന്ന് സാങ്കേതിക വിദ്യയിലും സൈനിക ആയുധശേഷിയിലും ഇന്ത്യയേക്കാൾ മുന്നിലായിരുന്ന ചൈന അരുണാചൽ പ്രദേശിനടുത്തുള്ള അതിർത്തി പ്രദേശങ്ങൾ ആക്രമിച്ചു. ഇന്ത്യ തങ്ങളാൽ കഴിയാവുന്ന വിധം തിരിച്ചടിച്ചു. അന്നത്തെ അത്യാധുനിക ആയുധങ്ങൾ ചൈനയ്ക്ക് മേൽക്കൈ നേടിക്കൊടുത്തു. ഇന്ത്യയാകട്ടെ 2ാം ലോക മഹായുദ്ധ കാലഘട്ടത്തിലെ ആയുധോപകരണങ്ങൾ കൊണ്ടായിരുന്നു തിരിച്ചടിച്ചത്. സ്വാഭാവികമായും ഇന്ത്യൻ സൈന്യത്തിന് ഏറെ നേരം പിടിച്ചു നിൽക്കാനായില്ല. തോൽവി സമ്മതിച്ച് സൈനികർ മിലിറ്ററി ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് മടങ്ങി തുടങ്ങി. എന്നാൽ അരുണാചൽ പ്രദേശിലെ നൂറൂൽ ഗ്രാമത്തിലുണ്ടായിരുന്ന 3 ഇന്ത്യൻ സൈനികർക്ക് ഇത് ഒട്ടും തന്നെ അംഗീകരിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. തങ്ങളുടെ രാജ്യത്തിന്റെ അഭിമാനം ഏത് വിധേനയും കാക്കണമെന്ന് അവർ ഉറപ്പിച്ചു. അവർ തിരികെ പോകാതെ യുദ്ധമുഖത്ത് തന്നെ തുടർന്നു. ജസ്വന്ത് സിംഗ് റാവത്ത്, ത്രിലോക് സിംഗ് നേഹി, ഗോപാൽ സിംഗ് എന്നിവരായിരുന്നു ആ 3 പേർ. തങ്ങൾക്ക് മുന്നിലുള്ള 300ഓളം പേരടങ്ങുന്ന ചൈനീസ് ആർമിയെ ചെറുത്തു നിൽക്കാൻ തന്നെ അവർ തീരുമാനിച്ചു. 3 പേരുടെയും കയ്യിലുണ്ടായിരുന്നത് മിനി മെഷീൻ ഗൺ മാത്രം. ചൈനീസ് ക്യാമ്പുകളിൽ കയറി അവരുടെ ആയുധങ്ങൾ എടുത്തുകൊണ്ട് വന്ന ശേഷം അവർക്കെതിരെ തന്നെ പോരാടാൻ സൈനികർ പദ്ധതിയിട്ടു. ശത്രുപാളയത്തിൽ കയറി ആയുധങ്ങൾ എടുത്തുകൊണ്ടുവരുന്നതിനിടെ ത്രിലോക് സിംഗ്, ഗോപാൽ സിംഗ് എന്നിവർ വധിക്കപ്പെട്ടു. ശേഷം ഈ ദൗത്യത്തിൽ ജസ്വന്ത് സിംഗ് മാത്രമായി. പക്ഷേ അദ്ദേഹം തളർന്നില്ല. നൂറ, സേല എന്നീ 2 ഗ്രാമീണ സ്ത്രീകളുടെ സഹായത്തോടുകൂടെ അദ്ദേഹം തിരിച്ചടിക്കാൻ ആരംഭിച്ചു. സമുദ്രനിരപ്പിൽ നിന്ന് 10,000 അടി മുകളിലുള്ള ഈ സ്ഥലത്ത് സ്വാഭാവികമായും രാത്രിയിലെ ശൈത്യം യുദ്ധത്തിന് യോജിച്ചതല്ല. ഈ സാഹചര്യം മുതലെടുത്ത് അദ്ദേഹം പോരാട്ടം ആരംഭിച്ചു. പെട്ടെന്നുള്ള ആക്രമണത്തിൽ ചൈനീസ് ആർമി ഒന്ന് പകച്ചു നിന്നു. ഇന്ത്യൻ സൈനികർ തിരിച്ചുപോയി എന്ന ചിന്തയിൽ കഴിഞ്ഞിരുന്ന ചൈനീസ് പട്ടാളം പല ഭാഗത്തു നിന്നുമുള്ള ആക്രമണങ്ങൾ കണ്ട് അവിടെ വലിയൊരു സൈന്യം തന്നെ ഉണ്ടെന്ന ചിന്തയിൽ ജാഗരൂകരായിരുന്നു. തവാങ് ജില്ലയിലെ 2 ഗ്രാമീണ സ്ത്രീകളും ഒരു ഇന്ത്യൻ സൈനികരും ചേർന്നാണ് തങ്ങൾക്ക് വമ്പൻ തിരിച്ചടി നൽകുന്നതെന്നറിയാതെ ചൈനീസ് സേന പതുങ്ങിയിരുന്നു. തോക്കുകൾ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ പ്ലേസ് ചെയ്ത് ജസ്വന്ത് സിംഗ് ബങ്കറിൽ നിന്ന് ശത്രുക്കൾക്ക് നേരെ നിറയൊഴിച്ചു. ഇത് ചൈനയെ ആശയക്കുഴപ്പത്തിലാക്കി. ഈ തന്ത്രപരമായ നീക്കത്തിലൂടെ 72 മണിക്കൂർ കൊണ്ട് 300 ചൈനീസ് പട്ടാളക്കാരെയാണ് ഈ മൂവർ സംഘം വധിച്ചത്. എന്നാൽ ജസ്വന്ത് സിംഗിന് റേഷനുമായി പോയിരുന്ന ഒരു സൈനികനെ ചൈന പിടികൂടി. തുടർന്നുള്ള ചോദ്യം ചെയ്യലിൽ അവിടെ ഒരൊറ്റ സൈനികൻ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ എന്ന സത്യം അവർ മനസ്സിലാക്കി. ഒട്ടും താമസിയാതെ അവർ ജസ്വന്ത് സിംഗിനെ വളഞ്ഞു. അദ്ദേഹത്തിനൊപ്പമുണ്ടായിരുന്ന സേല എന്ന സ്ത്രീ കൊല്ലപ്പെട്ടു. നൂറയെ പട്ടാളം പിടികൂടുകയും ചെയ്തു. ശത്രുക്കൾക്ക് പിടികൊടുക്കാതെ തൻ്റെ വിധി അദ്ദേഹം സ്വയം നടപ്പാക്കി. പക്ഷേ അപ്പോഴും ചൈനീസ് സേനയ്ക്ക് അമ്പരപ്പ് മാറിയിട്ടില്ലായിരുന്നു. ഈ ഒരൊറ്റ മനുഷ്യൻ തങ്ങളുടെ 300ഓളം വരുന്ന സൈനികരെയാണ് കാലപുരിക്കയച്ചത്. കലിയടങ്ങാത്ത ചൈന അദ്ദേഹത്തിൻ്റെ തല വെട്ടിയെടുത്ത് തിരിച്ചുപോയി. ഇന്ത്യക്കാർക്ക് മാത്രമല്ല, ജസ്വന്ത് സിംഗ് ചൈനയുടെ ബഹുമാനത്തിനും പാത്രമായി. അദ്ദേഹത്തിൻ്റെ ധീരതയിൽ ആകൃഷ്ടനായ ചൈനീസ് കമാൻഡർ അദ്ദേഹത്തിൻ്റെ ഒരു വെങ്കല പ്രതിമ അവിടെ സ്ഥാപിച്ചു. വെട്ടിയെടുത്ത തല ഇന്ത്യക്ക് കൈമാറുകയും ചെയ്തു. രാജ്യം ആ ഗ്രാമീണ വനിതകളെയും മറന്നില്ല. തവാങ്ങിലെ ഗുരംനാങ്കിൽ ജസ്വന്ത്ഗർ എന്ന പേരിൽ സ്മാരകം പണിയുകയും അങ്ങോട്ടുള്ള പ്രധാന ചുരത്തിന് സേലാ പാസ് എന്നും പാതയ്ക്ക് നൂറ റൂട്ട് എന്നും നാമകരണം ചെയ്യുകയും ചെയ്തു. ഈ സ്മാരകത്തിൽ ചൈന നൽകിയ വെങ്കല പ്രതിമ സ്ഥാപിക്കുകയും ചെയ്തു.
ജസ്വന്ത് സിംഗിനെ പരിചരിക്കാൻ 5 സൈനികരെ നിയമിക്കുകയും ചെയ്തു. അദ്ദേഹത്തോടുള്ള ബഹുമാനപൂർവ്വം 5 സൈനികർ ഇന്നും തങ്ങളുടെ ഒരു മേലധികാരിയോടെന്ന പോലെ അദ്ദേഹത്തെ പരിചരിച്ചു പോകുന്നു. ഷൂ പോളിഷ് ചെയ്തും യൂണിഫോം റെഡിയാക്കിയും അദ്ദേഹത്തിന് വേണ്ട ഭക്ഷണം പാകം ചെയ്തും ഡ്യൂട്ടിയിലുള്ള ഒരു ഉദ്യോഗസ്ഥനെന്ന പോലെ അദ്ദേഹത്തെ പരിചരിച്ചു പോരുന്നു. ഈ വഴിയിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾക്ക് ഇന്നും ഇന്ത്യൻ സൈനികർ ചായയും ലഘുഭക്ഷണങ്ങളും നൽകിപ്പോരുന്നു. മരിക്കുമ്പോൾ ഒരു റൈഫിൾമാനായിരുന്ന ജസ്വന്ത് സിംഗ് മരണാനന്തരം മേജർ ജനറലായി ഉയർത്തപ്പെട്ടു. ജീവിച്ചിരിക്കുന്ന ഒരു സൈനികന് ലഭിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും അദ്ദേഹത്തിന് ഇന്നും ലഭിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പേരിൽ ഇന്നും കത്തുകൾ ലഭിക്കുന്നു. സ്മൃതി മണ്ഡപത്തിൽ സമർപ്പിക്കുന്ന ഈ കത്തുകൾ അദ്ദേഹം വായിച്ചു എന്ന വിശ്വാസത്തോടെ അടുത്ത ദിവസം മറ്റു കത്തുകൾ വയ്ക്കുന്നതിനായി മാറ്റപ്പെടുന്നു. മരണാനന്തര ബഹുമതിയായി രാജ്യം അദ്ദേഹത്തെ പരംവീർ ചക്ര നൽകി ആദരിച്ചു. ത്രിലോക് സിംഗ്, ഗോപാൽ സിംഗ് തുടങ്ങിയവരെ വീർ ചക്ര നൽകിയും ആദരിച്ചു. ജസ്വന്ത് സിംഗിൻ്റെയും നൂറ, സേല എന്നീ ഗ്രാമീണ വനിതകളുടെയും ഈ ചരിത്രം നമ്മോട് പറയുന്നത് എന്താണ്? ശത്രുക്കൾ, അത് മനുഷ്യനായാലും പ്രതിസന്ധികളായാലും, അതിനെ നേരിടാൻ അത്യാധുനിക ആയുധമോ ഏറെ നാളത്തെ സൈനിക പരിശീലനമോ ഒന്നും തന്നെ ആവശ്യമില്ല. നെഞ്ചിൽ കെടാത്ത തീയും ഉറച്ച മനസ്സുമുണ്ടെങ്കിൽ ഏത് ശത്രുവിനെയും നിഷ്പ്രയാസം തോൽപ്പിക്കാം.